പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് കേരളത്തിൽ. അതിൽ അത്ഭുതമൊന്നുമില്ല. ഓരോ മരണം നടക്കുമ്പോഴും ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാവും. ടി വി ചാനലുകളിൽ നിലവിളി, അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഗുവാവിളി, ഇതൊക്കെ ഉണ്ടാവും. ഇത് കഴിയുമ്പോൾ ഈ കേസ് മെല്ലെ തേഞ്ഞു മാഞ്ഞു പോകും. സിദ്ധാർത്ഥൻ്റെ കേസും അങ്ങനെ തന്നെ പോകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിന് സാക്ഷികളെ ഒന്നും കിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാധാരണ കോളേജ് വിദ്യാർത്ഥികൾ ഇതുപോലത്തെ സംഭവങ്ങൾ വരുമ്പോൾ വീട്ടിൽ പറയും, അച്ഛാ ഞാൻ കണ്ടു, നീ ഒന്നും മിണ്ടാൻ പോകണ്ട, നീ ഒന്നും കണ്ടിട്ടുമില്ല, നീ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെയാണ് സാധാരണ അച്ഛനമ്മമാർ മക്കളെ ഉപദേശിക്കുക. ആരെങ്കിലും കേസിൽ തലവെച്ച് സാക്ഷി പറയാനും പിടിക്കാനും കോടതിയിലും ഒക്കെ പോകുക. കാരണം ഇയാൾക്ക് പിന്നെയും ജീവിക്കണ്ടേ, വിദ്യാർത്ഥിയല്ലേ, ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് മുതിർന്നവരും ഇതിന് കൂട്ടുനിൽക്കും. സാക്ഷികൾ കൂറുമാറും. ഇപ്പോൾ പോലീസിനോട് പലതും ഒക്കെ പറയും, അത് സത്യവുമായിരിക്കും. പക്ഷേ കോടതിയിൽ വന്നു കഴിയുമ്പോൾ ഇവർ മാറ്റി പറയും. അതോടെ സാക്ഷികൾ കൂറുമാറി എന്ന് പറയും. സാക്ഷികളില്ലാതെ കേസ് തള്ളിപ്പോകും. ഇതാണ് ഇത്തരം കേസുകൾക്ക് സംഭവിക്കുന്നത്. രണ്ടാമത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അത് ഭരണകക്ഷി അവരുടെ സ്വാധീനം ഉപയോഗിച്ച് എഴുതേണ്ടത് എഴുതാതിരിക്കുകയും എഴുതാൻ പാടില്ലാത്ത എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ കൊണ്ടുവരും. ഞാനിത് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാര്യം, 1996 പരുമല പമ്പ ദേവസ്വം ബോർഡ് കോളേജിലെ 3 ABVP വിദ്യാർത്ഥികൾ ആറ്റിൽ ചാടി മരിച്ചുപോയി. ആറ്റിൽ നിന്ന് അവരെ കരയ്ക്ക് കയറാൻ സമ്മതിച്ചില്ല. SFI DYFI കാപാലികന്മാർ കല്ലെറിഞ്ഞുകൊണ്ടേയിരുന്നു. അവരെ രക്ഷിക്കാൻ ആറ്റിൽ കുളിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ അവരുടെ സാരി വലിച്ച് എറിഞ്ഞു കൊടുത്ത് രക്ഷിക്കാൻ നോക്കിയിട്ട് രക്ഷ കിട്ടിയില്ല. ആ സ്ത്രീകളുടെ നേർക്കും ആക്രമണമുണ്ടായി. രംഗത്തെത്തിയ ഫയർഫോഴ്സ് കാര്യമായിട്ടൊന്നും ചെയ്തില്ല. നാട്ടുകാരാണ് മൃതശരീരങ്ങൾ കണ്ടെത്തിയത്. പിന്നീട് നേവിക്ക് വരേണ്ടി വന്നു. ആദ്യ ദിവസം ഒരാളുടെ മൃതദേഹം മാത്രമേ കിട്ടിയുള്ളൂ. മറ്റ് 2 പേരുടെ 2-3 ദിവസമൊക്കെ കഴിഞ്ഞാണ് കിട്ടിയത്. ഇപ്പോൾ ഈ സിദ്ധാർത്ഥനെയും 3 ദിവസം പച്ചവെള്ളം കൊടുക്കാതെ മുറിയിൽ പൂട്ടിയിട്ടു എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും മനുഷ്യസ്നേഹമുള്ള ഒരു കുട്ടി പോലും ആ കോളേജിൽ ഉണ്ടായിരുന്നില്ലേ? ഒരാളെ ഇങ്ങനെ പൂട്ടിയിടുമ്പോൾ സംസാരിക്കാൻ ഉണ്ടാവില്ല. എല്ലാവരുടെയും ഉള്ളിൽ അത് തോന്നിക്കാണും. പക്ഷേ ആരും ഇടപെടുകയില്ല. ഭീതിയുടെ ഒരു അന്തരീക്ഷം SFI കലാലയങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതിപ്പോൾ തുടങ്ങിയതല്ല. കുറഞ്ഞ പക്ഷം ഒരു 1980, 70 മുതൽ അവരുടെ ഭീഷണി മെല്ലെ വരാൻ തുടങ്ങിയിരുന്നു. ഞാൻ ആദ്യം SFI തെമ്മാടിത്തരം കാണുന്നത് കോളേജിൽ ജനഗണമന ചൊല്ലുമ്പോൾ മുണ്ടും മടക്കി കുത്തി ഇറങ്ങിപ്പോയ ഒറ്റ SFIക്കാരനാണ് എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ SFIക്കാരൻ. നിഷേധിയും തെമ്മാടിയുമായ SFIക്കാരൻ. അവിടെ നിന്നിങ്ങോട്ട് ഇന്ന് 2024 വർഷം. അതനുസരിച്ച് അവരുടെ തെമ്മാടിത്തരവും ധിക്കാരവും കൂടിക്കൂടി വന്നതല്ലാതെ കുറഞ്ഞിട്ടില്ല. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇതുപോലത്തെ സ്വഭാവമില്ലേ? ഉണ്ട്. ABVPക്ക് ഉണ്ട്, മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയുണ്ട്, KSU ഉണ്ട്, അങ്ങനെ പലവിധ സംഘടനകളൊക്കെ ഉണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. അവരെയൊക്കെ അക്രമത്തിന് വല്ലപ്പോഴുമൊക്കെ മുതിരാറുണ്ട്. പക്ഷേ ഈ അക്രമം ഒരു സ്വഭാവമാക്കി, ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമാക്കി തീർത്തത് SFI തന്നെയാണ്. ഒരു യുവസമൂഹത്തിൻ്റെ മൊത്തം ക്യാരക്ടർ ഇല്ലാതെയാക്കി കളഞ്ഞു. ഇവർ സംസ്കാരം പടിക്ക് പുറത്ത് എന്ന് പറഞ്ഞ് കൊല്ലം SN കോളേജിൽ വർഷം ഒന്നായി ഇപ്പോൾ ബാനർ കിട്ടി, സംസ്കാരം പടിക്ക് പുറത്ത്. തൃശ്ശൂർ കേരളവർമ്മ കോളേജിൻ്റെ മുൻവശത്ത് ഇവർ ബോർഡ് വെച്ചു. അതിൽ തുണിയില്ലാതെ ആണും പെണ്ണും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. തുറിച്ചു നോക്കണ്ട, ഞാനും നീയും ഒക്കെ ജനിച്ചത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് 16 17 വയസ്സുള്ള പിള്ളേരെ കൊണ്ട് വരപ്പിച്ച് ഡിസ്പ്ലേ ചെയ്ത ബോർഡാണ്. ഇതൊക്കെ ചെയ്ത് മൊത്തം സംസ്കാരശൂന്യമായ ഒരു ജനതയെ ഇവർ സൃഷ്ടിച്ച് കഴിഞ്ഞു. ഇതിൻ്റെ മുൻ തലമുറകളെല്ലാം തന്നെ ഈ കടമ്പകളൊക്കെ കടന്നിട്ട് ഇപ്പോൾ മന്ത്രിമാരായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ വിരാജിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, 1969 വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിനെതിരെയും അന്ന് സാക്ഷി പറയാൻ ആരുമുണ്ടായിരുന്നില്ല.
അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞിട്ടാണ് വാടിക്കൽ രാമകൃഷ്ണൻ്റെ മരണം പോലീസ് കേസെടുക്കുന്നത്. പിന്നെ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് വന്നിട്ടാണ് അത് കൊലപാതകമാക്കി മാറ്റുന്നത്. അതിനകത്തെ ആദ്യത്തെ പ്രതി പിണറായി വിജയനാണ്. പക്ഷേ കുറ്റം തെളിഞ്ഞില്ല, അതുകൊണ്ട് പ്രതിയെ വെറുതെ വിട്ടു. സാക്ഷികളാരും ഉണ്ടായിരുന്നില്ല. പട്ടാപ്പകൽ നടന്ന കൊലപാതകത്തിന്, നൂറുകണക്കിന് പേർ നോക്കി നിന്ന കൊലപാതകത്തിന് ഒരു സാക്ഷിയെ കിട്ടാത്ത സ്ഥിതി 1969 സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ 2024 നിസ്സാരമല്ലേ? നിങ്ങളെന്താ വിചാരിച്ച? KT ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കൊന്നല്ലോ 1999. ആ ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കൊന്ന അതിൽ 4 പേർക്ക് വധശിക്ഷ കൊടുത്തു തലശ്ശേരി സെഷൻസ് കോടതി. ആ കോടതി 2 ആഴ്ച പിന്നെ പ്രവർത്തിച്ചില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭീഷണി കൊണ്ട് അവർ കോടതി വളഞ്ഞു. ഇപ്പോഴും അവരിത് ചെയ്യുന്നുണ്ട്. കോടതിക്ക് നേർക്ക് കല്ലെറിയുന്നുണ്ട്, പോലീസ് സ്റ്റേഷൻ നേർക്ക് കല്ലെറിയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ മോചിപ്പിച്ചു കൊണ്ട് പോകുന്നുണ്ട്. ഇതെല്ലാം അറിയാവുന്നതിനാൽ അവർക്ക് ഭൂരിപക്ഷമുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷമല്ല പറയുന്നത്, സമാജത്തിൽ ഭൂരിഭാഗം പേര് അവരുടെ കൂടെ, ഈ അക്രമികളുടെ കൂടെ നിൽക്കുന്നു. ഈ സാധു വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ ആരുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവരും ഈ ഭീഷണിക്ക് കീഴടങ്ങി SFI ആയി മാറുന്നു. ഈ ക്യാമ്പസിലെ രാഷ്ട്രീയവൽക്കരണം, രാഷ്ട്രീയ കളികൾ ഇത് അവസാനിപ്പിക്കാതെ ഇതിന് ഒരു പരിഹാരമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ അത് അവസാനിപ്പിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറുമല്ല. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ ബ്രീഡിംഗ് ഗ്രൗണ്ടാണ് കോളേജുകൾ. കോളേജിൽ ഏറ്റവും നന്നായി മദ്യപിക്കുന്നവൻ, ഏറ്റവും ഭംഗിയായി മയക്കുമരുന്നടിച്ച് മയങ്ങുന്നവൻ, ഏറ്റവും അധികം പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നവൻ, ഏറ്റവും ഭംഗിയായിട്ട് പാര വയ്ക്കാൻ അറിയാവുന്നവൻ, ഏറ്റവും അധികം പണം വെട്ടിക്കാൻ അറിയാവുന്നവൻ, ഏറ്റവും അധികം പണം പിരിക്കാൻ അറിയാവുന്നവൻ, ഭീഷണിപ്പെടുത്താൻ അറിയാവുന്നവൻ, ഇവൻ ഹീറോയാകുന്നു. ഇവൻ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു, MLA ആവുന്നു, മന്ത്രിയാവുന്നു. അവൻ നമ്മളെ ഭരിക്കുന്നു. നമ്മൾ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്നു. ഇത് ഈ നോൺസെൻസിന് ചോദ്യം ചെയ്യാൻ ഒരാളെങ്കിലും കേരളത്തിലുണ്ടായി എന്നുള്ളത് സന്തോഷപ്രദമാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം മലയാളി അല്ലതാനും. അതാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇന്ന് കേരളത്തിൻ്റെ സംസ്കാരം രക്ഷിക്കാനോ കുറ്റവാളികൾക്ക് ഒരു ബ്രേക്ക് ഇടാനോ ഉത്തർപ്രദേശിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വരേണ്ടി വന്നു എന്ന അവസ്ഥയാണ്. ഇതിനു മുമ്പ് മലയാളികൾ എത്രയോ വൈസ് ചാൻസലർമാർ അവരൊക്കെ ആയിട്ട് കഴിഞ്ഞു. ബട്ട് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ. എന്നാൽ ആ ഉത്തർപ്രദേശിലേക്ക് നോക്കിയാണ് എല്ലാ സാംസ്കാരിക നായകന്മാരും കുരയ്ക്കുന്നതും. ഇന്ന് CPMൻ്റെ സുഭാഷിണി അലിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഡൽഹിയിൽ നിന്ന് UPയിലേക്ക് പോയിട്ടുണ്ട്. 27 വയസ്സുള്ള ഏതോ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ നോക്കൂ, 3-4 ദിവസം കഴിയുമ്പോൾ UPയിലെ ഈ സംഭവം ഊതി വീർപ്പിച്ച് കേരളത്തിൽ ചർച്ചയാകും. ചാനലുകളും ഈ സിദ്ധാർത്ഥനെ ഒന്ന് താഴെ വയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയൊക്കെ വെള്ളപൂശി എടുക്കാൻ നോക്കുന്നു. സിദ്ധാർത്ഥൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു. സിദ്ധാർത്ഥൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, സിദ്ധാർത്ഥൻ മരിച്ചതിനാൽ പരാതിയെപ്പറ്റി അന്വേഷിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞ് പരാതി ക്ലോസ് ചെയ്യുന്നു. സിദ്ധാർത്ഥനെതിരെ ചെയ്ത പ്രവൃത്തി റാഗിംഗ് ആണ് എന്ന് പറയുന്നു. റാഗിംഗ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തു പോലും. എന്താ റാഗിംഗ്? ഫസ്റ്റ് ഇയറിലെ റാഗിംഗ് ഉള്ളൂ. ഞാനും ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിച്ചതാണ്. റാഗിംഗ് എന്ന് പറഞ്ഞാൽ ഏറിയാൽ 2 ആഴ്ച, 1 മാസം എന്ന് വെച്ചോളൂ. അത് കഴിയുമ്പോൾ ഒരു ഫ്രഷേഴ്സ് ഡേ വയ്ക്കും. ആ ദിവസം എല്ലാ പിണക്കവും തീർന്നു എന്നാണ്. പിന്നെ എല്ലാവരും ഒരുമിച്ചാണ്. അല്ലാതെ തോന്നുമ്പോൾ റാഗിങ്, 2-ാം വർഷത്തെ റാഗിങ്, 3-ാം വർഷത്തെ റാഗിങ്, ഇങ്ങനെ ഇതിനൊന്നും റാഗിങ് എന്നല്ല പറയേണ്ടത്, ശുദ്ധ തെമ്മാടിത്തരമാണ്. പൂക്കോട് നടന്നത് കൊലപാതകമാണ്. അത് ആത്മഹത്യയാക്കി ഇപ്പോഴേ മാറ്റിക്കഴിഞ്ഞു. സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതാണ്. എന്തുകൊണ്ട്? സിദ്ധാർത്ഥൻ മയക്കുമരുന്ന് കഴിച്ചിരുന്നു. ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുത്താൻ ഇവർക്ക് വലിയ പ്രയാസമൊന്നുമില്ല. സാക്ഷികളൊന്നും ഉണ്ടാവില്ല. മയക്കുമരുന്ന് കഴിച്ചു, അതിൻ്റെ വിഭ്രാന്തിയിൽ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ശരീരത്തിലെ മുറിവുകളോ അതൊക്കെ അവൻ തന്നെത്താനെ ഏൽപ്പിച്ച മുറിവുകളാണ്. അതിൻ്റെ കൂടെ ഒരു കഥയും. എന്താ, വാലൻറ്റൈൻസ് ഡേയിൽ സിദ്ധാർത്ഥൻ ഏതോ പെൺകുട്ടിയോട് ഐ ലവ് യു എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് ഈ പുകലെല്ലാം. അപ്പോൾ അവിടെ ഒരു പ്രണയ നൈരാശ്യം കൊണ്ടുവരാം. ആ നൈരാശ്യം കൊണ്ട് തന്നെത്താനെ കുത്തി മരിക്കുന്നില്ല. അപ്പോൾ പിന്നെ കെട്ടിത്തൂങ്ങി ചത്തു. കെട്ടിത്തൂങ്ങാനുള്ള ധൈര്യം കിട്ടാനായിട്ട് മയക്കുമരുന്ന് ഓവർഡോസ് കഴിച്ചു. ഇങ്ങനെ
കഥയൊക്കെ ഉണ്ടാക്കാനായിട്ട് കേരള പോലീസ് വളരെ മിടുക്കന്മാരാണ്. തന്നെത്താൻ വെട്ടിമരിച്ച കഥകളുണ്ട് കേരള പോലീസിൻ്റെ കയ്യിൽ. ഒരാൾ തന്നെത്താനെ വെട്ടുന്നു, വെട്ടിക്കൊണ്ടില്ല, മരിക്കുന്നില്ല, അപ്പോൾ പുള്ളി അറുക്കുന്നു. അങ്ങനെ അറുത്ത് കഴുത്തറുത്ത് താഴെ വീണു, കണ്ണാടിയിൽ നോക്കി ഉറപ്പായി കഴുത്തില്ല, മുകളിൽ തലയില്ല എന്ന് ഉറപ്പാക്കി എന്നൊക്കെ പറഞ്ഞ് എഴുതി വിടും. കാരണം പോലീസും ഹൈലി പൊളിറ്റിസൈസ്ഡാണ് കേരളത്തിൽ. പോലീസ് അസോസിയേഷനിലേക്ക് പൊളിറ്റിക്സ് ഭീകരമാണ്. സത്യസന്ധന്മാരും മിടുക്കന്മാരുമായ വലിയൊരു സംഘം പോലീസുകാരാണ് കേരളത്തിലുള്ളത്. പക്ഷേ അവരെയും രാഷ്ട്രീയ തടവിലാക്കിയിരിക്കുന്നു. അവരാരെങ്കിലും രാഷ്ട്രീയം നോക്കാതെ, മുഖം നോക്കാതെ പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ വെച്ച് ക്ലിപ്പ് വീഴുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ നമ്മളിത് കണ്ടു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ പ്രതികളെ പിടിച്ച് പി. മോഹനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ആഭ്യന്തരമന്ത്രി പദം തെറിച്ചു. മോഹനൻ ഇപ്പോൾ കുറ്റക്കാരനല്ല എന്ന് കോടതിയും വിധിച്ചു. കഴിഞ്ഞില്ലേ? മോഹനപ്പുറം ഈ കേസ് പോയില്ല. പോകും എന്നുള്ള നില വന്നപ്പോൾ കോൺഗ്രസ് ആയിട്ട് പോലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ആഭ്യന്തരമന്ത്രി സ്ഥാനം തെറിച്ചു. ആ സ്ഥാനത്ത് രമേശ് ചെന്നിത്തല വന്നു. രമേശ് ചെന്നിത്തല വന്നു കഴിഞ്ഞപ്പോൾ പി. മോഹനന് ജാമ്യം കിട്ടി. വാട്ട് എ ഡ്രാമ ഈസ് ഗോയിങ് ഓൺ ഇൻ കേരള ആൻഡ് ഫോർ ഹൗ മെനി ഇയേഴ്സ് ദിസ് വിൽ കണ്ടിന്യൂ. ഞാൻ ഈ പറഞ്ഞ ടി.പി. ചന്ദ്രശേഖരൻ സംഭവം കഴിഞ്ഞത് 2008 2012. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും 12 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ചർച്ച ചെയ്യുന്നു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ. ഗ്രൗണ്ട് ലെവലിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അഡ്മിനിസ്ട്രേഷനിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. LDFിലാണെങ്കിലും UDFിലാണെങ്കിലും ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞാൽ LDFകാരെ UDFകാരെ സ്വാധീനിച്ച് ആ മന്ത്രിയെ മാറ്റും. ഇവർ ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞാൽ ഇവരെ UDF സ്വാധീനിച്ച് മന്ത്രിയെ എടുത്ത് മാറ്റും. മാറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ജി. സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്നു ഒരു കാലത്ത്. എങ്ങനെയാണ് ദേവസ്വം വകുപ്പ് ജി. സുധാകരനിൽ നിന്ന് എടുത്ത് മാറ്റി പ്രായണ നിരുപദ്രവിയായ കടന്നപ്പള്ളി രാമചന്ദ്രന് കൊടുത്തത്? ആരുടെ സ്വാധീനമായിരുന്നു? ഇപ്പോൾ ഈ LDF UDF വ്യത്യാസം നോക്കാതെ അവരവരുടെ തുടയിൽ നുള്ളു വീഴും എന്ന് വരുമ്പോൾ ഇവന്മാർ ഒറ്റക്കെട്ടായിട്ട് പെരുമാറുന്നു. പോലീസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, മീഡിയയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. മീഡിയ തയ്യാറാണ്. കുറച്ച് ചില്ലറ കാശൊക്കെ കൊടുത്താൽ മതി. എല്ലാവരും ദാരിദ്ര്യത്തിലാണല്ലോ. മീഡിയ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മീഡിയയിൽ വലിയ ശമ്പളം കൊടുക്കണം. അതേസമയം വരുമാനം പരസ്യത്തിൽ നിന്നാണ്. കേരളം ഒരു കൊച്ചു സംസ്ഥാനമാണല്ലോ. ആകെ 4 കോടി മനുഷ്യരാണ്. അതിലൊരു 50-60 ലക്ഷം അല്ലെങ്കിൽ പോട്ടെ 1 കോടി ആൾക്കാർ TV കാണുന്നു എന്ന് വയ്ക്കുക. ഈ 1 കോടി ആൾക്കാരെ സ്വാധീനിക്കാനായിട്ട് പരസ്യം കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആർക്കാ ഇത്ര വലിയ ദണ്ണം? ഏത് ബിസിനസ്സുകാരനാണ്? എത്ര ബിസിനസ്സുകാരുണ്ട് കേരളത്തിൽ? ഈ ബിസിനസ്സുകാർ വേണമല്ലോ എല്ലാ TV ചാനലിലും പത്രത്തിനും ഒക്കെ പരസ്യം കൊടുക്കാൻ. അപ്പോൾ ഈ ബിസിനസ്സിൽ 10 കാശുണ്ടാക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ആവശ്യമാണ്. അവർക്കും കാശ് കിട്ടും, അവർ മേടിക്കും, അവർ ഈ നരേറ്റീവ് മാറ്റിക്കൊണ്ടു പോകും. മധു കൊല്ലപ്പെട്ടു അല്ലേ, കുറച്ച് അരി മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പാവം ആദിവാസി മധുവിന്, അതും ഇതുപോലെ ആൾക്കൂട്ട കൊലപാതകമായിരുന്നു. എന്ത് സംഭവിച്ചു ആ കേസിൽ? വാളയാർ കേസിൽ എന്ത് സംഭവിച്ചു? അഭയ കേസിൽ എന്ത് സംഭവിച്ചു? എവറി കേസ് ഈസ് ബീയിങ് മാനിപ്പുലേറ്റഡ് ഇൻ കേരള. ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മരണം CBI അന്വേഷിക്കണം, ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഗവർണർ രജിസ്ട്രാർക്ക് കത്തയച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അങ്ങനെ ഒരു കത്ത് ഗവർണർ അയച്ചാൽ എന്ത് ചെയ്യണം എന്ന് ഒരു പ്രൊസീജിയറില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഗവർണർ അങ്ങനെ ഒരു നടപടി എടുക്കുന്നത്. ഏതായാലും ചീഫ് ജസ്റ്റിസ് വേണ്ട പോലെ തീരുമാനിക്കും. അത് CBI അന്വേഷണം വേണമെന്ന് പലരും ആവശ്യപ്പെടുന്നു. ഇനി CBI വന്നു എന്ന് വയ്ക്കുക, ഇത്രയും ദിവസം കഴിഞ്ഞൊരു കൊലപാതകത്തിൽ CBIക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കൊലപാതകം നടന്നാൽ ഒരു 48 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ ആ തെളിവുകൾ ഉണ്ടാവില്ല. ഒരു കാറ്റടിച്ചാൽ ഒരു തുണി പറന്നു പോകും, ഒരു മഴ പെയ്താൽ ചോരക്കറ പോകും, ആരെങ്കിലും മായച്ചതാണോ, എന്ത് ചെയ്തു, വിരലടയാളമുണ്ടോ, ഒന്നുമില്ലാതെ പോകും. CBIക്ക് വെറുതെ മീശയും പിരിച്ച് രക്തക്കൂടൊക്കെ നടക്കാം എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. യു ടേക്ക് ദ ഹിസ്റ്ററി ഓഫ് CBI കേസസ് ഇൻ കേരള. ഒരൊറ്റ കേസിൽ ഒരൊറ്റയാളിന് ഒരൊറ്റ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ CBIക്ക് സാധിച്ചിട്ടില്ല ചരിത്രത്തിൽ ഇന്ന് വരെ. ആകെ സാധിച്ചത്
പോളക്കുളം കേസിലാണ്. പോളക്കുളം നാരായണനെ ശിക്ഷിച്ചു ഹൈക്കോടതിയിൽ വരെ എത്തിയ ഒരു കേസ് അതാണ്. പിന്നെ ചേകന്നൂർ മൗലവി കേസിൽ 2 പേരെ ശിക്ഷിച്ചിട്ടുണ്ട്, മാറാട് കേസിൽ ശിക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹൈക്കോടതിയിലാണ്. സുപ്രീം കോടതി വരെ എത്തിയ കഥയാണ് ഞാനീ പറയുന്നത്. ഈ പോളക്കുളം നാരായണന് സുപ്രീം കോടതിയും വെറുതെ വിട്ടു. പോളക്കുളം നാരായണൻ്റെ കേസിലാണ് നമ്മളുടെ ഡെമ്മി ടെസ്റ്റൊക്കെ നടത്തിയത്. അതാണ് മമ്മൂട്ടി പിന്നെ CBI ഡയറക്ടറിപ്പിൽ അവതരിപ്പിച്ചത്. ഫസ്റ്റ് ഡെമ്മി ടെസ്റ്റ് നടക്കുന്നത് പോളക്കുളം നാരായണൻ്റെ കേസിലാണ്. ഇത്രയധികം അധ്വാനിച്ച് CBI ഫ്രെയിം ചെയ്തൊരു കേസ് പോലും സുപ്രീം കോടതിയിൽ നിന്നില്ല എന്നോർക്കണം. ഞാൻ CBIയെ അപമാനിക്കുകയോ അധിക്ഷേപിക്കുകയോ അല്ല. CBIക്ക് കേസുകൾ കൈമാറുമ്പോൾ വല്ലാത്ത കാലതാമസം വരുന്നു. ആ കാലതാമസം വരുമ്പോൾ പിന്നെ തെളിവൊന്നും ഇല്ലെന്ന് എന്ത് തെളിവ് കിട്ടാനാണ്? അതിനു മുമ്പേ സാക്ഷികളെ നാട് കടത്തും, മിണ്ടാതെയാക്കും. സാക്ഷികൾക്ക് എന്താ കിടക്കുന്നത്? ഈ കൊലപാതകം തെളിയിച്ചിട്ട് എന്തിനു വെറുതെ അവരുടെ ശത്രുത ഉണ്ടാക്കി വയ്ക്കണം? ഇപ്പോൾ ഈ കേസിൽ പെട്ട ഒരാളിനെതിരെ ഒരു സാക്ഷി മൊഴി കൊടുക്കുന്നു എന്ന് വയ്ക്കുക. അയാൾ രാത്രി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി, നീ എനിക്കെതിരെ മൊഴി കൊടുത്തു അല്ലേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. ഇവൻ്റെ അച്ഛനും അമ്മയും എന്തു ചെയ്യും? മോനെ നീ ഒന്നും പറയണ്ട, നീ അത് മാറ്റിപ്പറ എന്ന് പറയും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇതിനു മുമ്പ് CBI ഇടപെട്ട് കഴിഞ്ഞാൽ അതിനൊരു വ്യത്യാസം വരും. CBI ചോദിക്കാനും പറയാനോ ആളുണ്ട്. കേരളത്തിലെ ഒരു സ്ഥാപനമല്ല CBI. അവർക്ക് LDF UDF പക്ഷപാതമില്ല. ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ബോൾഡായിട്ട് ഒരാൾ സാക്ഷി പറഞ്ഞു. ഇത്തരം കേസുകൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഞാൻ അത് കേട്ടപ്പോഴാണ് അന്തം വിട്ടുപോയത്. ഗവർണർ പറഞ്ഞു, ഞാൻ ഈ കേസുകളുടെ കാര്യത്തിൽ പെട്ടുപോയ വിദ്യാർത്ഥികളുടെ ഭാവിയെപ്പറ്റി ഉത്കണ്ഠാകുലനാണ്. കാരണം അവർ ചെറുപ്പമാണ്, അവരാരോടൊപ്പം പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നു. ഇത് കഴിയുമ്പോൾ ഈ കേസ് വർഷങ്ങളോളം നീണ്ടുപോകും. അവർക്ക് പാസ്പോർട്ട് കിട്ടാൻ പ്രയാസമാകും, വിദേശത്ത് പഠിക്കാൻ പോകാൻ പ്രയാസമാകും, അവർ ആലംബമില്ലാത്തവരായിട്ട് മാറും. ഈശ്വര, ഈ പിള്ളേർ എന്ത് ചെയ്യും എന്ന് ഞാൻ ഒരാളിനോട് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഗവർണർ പറയുകയാണ്, അയാളുടെ മറുപടി, സാറിനൊന്നും അറിയില്ല, അങ്ങനെയുള്ളവരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് CPM ഈ കളി കളിക്കുന്നത്. ആലംബമില്ലാത്ത കുറേ ചെറുപ്പക്കാർ, മേലും കീഴും നോക്കാനില്ലാത്ത അനാഥരായി പോയ ജന്മങ്ങൾ അവർക്ക് വേണം. അവരെ കൊണ്ടാണ് ഈ പണിയെല്ലാം ചെയ്യിക്കുന്നത്. കുറേ പേർക്ക് അവർ പിൻവാതിൽ നിയമനം കൊടുക്കും, പല രീതിയിൽ കുറച്ചൊന്ന് അക്കോമഡേറ്റ് ചെയ്യും. ബാക്കി കുറച്ച് പേര് തെരുവിൽ കലാപമുണ്ടാക്കാനായിട്ട് എന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാലുകളായിട്ട് ഉണ്ടാവണം. അവർക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കും, തിന്നാനും കുടിക്കാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഈ പറഞ്ഞ കൊടിസുണി, കിർമാണി മനോജ്, ട്രൗസർ മനോജൻ എന്നൊക്കെ പറഞ്ഞിട്ട് കഥാപാത്രങ്ങളുണ്ടല്ലോ, ഇവരെയൊക്കെ സൃഷ്ടിച്ച് വയ്ക്കുക. ഒരാവശ്യത്തിനിരിക്കട്ടെ. എപ്പോഴാ ഒരു കലാപം വേണ്ടി വരിക എന്നറിയില്ലല്ലോ. എപ്പോഴാ ഒരു കൊലപാതകം അല്ലെങ്കിൽ ബലാത്കാരം ഒക്കെ ആവശ്യപ്പെടുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഒരൊറ്റ ബലാത്സംഗം കൊണ്ട് മൊത്തം TV-യിലെ ചർച്ചകൾ മാറ്റിക്കളയാൻ പറ്റും. അതൊക്കെയാണ് ഇവരുടെ സാമർഥ്യം. എന്തൊരു അതിക്രമമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഞാൻ ആവശ്യപ്പെടുന്നത് അടിയന്തരമായിട്ട് കലാലയങ്ങളിൽ രാഷ്ട്രീയം നിരോധിക്കണം, സംഘടനകൾ തന്നെ നിരോധിക്കണം. സംഘടനാ സ്വാതന്ത്ര്യം പോലും കൊടുക്കരുത്. ഇതൊന്നും കോളേജിൽ ആവശ്യമില്ല. ഇതില്ലാതിരുന്ന കാലത്ത് സുഖസുന്ദരമായിട്ട് കോളേജിൽ പഠിച്ചവനാണ് ഞാൻ. അന്ന് പ്രൊഫഷണൽ കോളേജുകളിൽ രാഷ്ട്രീയമില്ല, സംഘടനാ സ്വാതന്ത്ര്യമില്ല. എന്നാൽ കോളേജ് യൂണിയനുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, ആർട്സ് ക്ലബ്ബുണ്ട്, പാട്ടുണ്ട്, കൂവലുണ്ട്, കുറുക്ക് വിളിയുണ്ട്, മുദ്രാവാക്യമുണ്ട്, സമരം ചെയ്തു, എന്തെല്ലാം ചെയ്തു. ഞങ്ങൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ ദുഷിച്ചു നാറിയ വ്യവസ്ഥയ്ക്കെതിരെ കല്ലെറിയണമല്ലോ. ആ കല്ലെറിയാനുള്ള കല്ലുമുണ്ട്, അതെറിഞ്ഞ് പൊട്ടിക്കാനുള്ള ചില്ലുമുണ്ട്. ഇനി ഇത് കൂടുതൽ എന്താ സ്വാതന്ത്ര്യം വേണ്ടത് വിദ്യാർത്ഥിക്ക്? ആ സ്വാതന്ത്ര്യം അനുഭവിച്ചവനാണ് ഞാൻ. ഒരു കാര്യം മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല, അത് രാഷ്ട്രീയമായിരുന്നു. അതില്ലാതിരുന്നുകൊണ്ട് നമുക്ക് സുഖമായിരുന്നു. ആർക്കും അന്യോന്യം ശത്രുതയോ സംഗതിയോ ഒന്നുമില്ല. അതിനാൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ഉടൻ തന്നെ രാഷ്ട്രീയത്തെ പടിയടച്ച് പിണം വയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ സർവനാശത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇനി പാതാളത്തിലേക്കായിരിക്കും വീഴ്ച. താങ്ക് യു.